ശ്രീരാമൻ രാവണനെ വധിച്ചു. തൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന രാവണനെ നോക്കി ശ്രീരാമന്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു പോവുകയാണ്. അതിലൊരു ചിന്ത ഇങ്ങനെയാണ്: 10 തലകളുള്ള ഈ രാവണന്റെ ഓരോ തലയിലും എന്തുമാത്രം നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നാണ്. അങ്ങനെയുള്ള രാവണന്റെ തല താൻ എടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമത്തിൽ രാമൻ മരിച്ചു കിടക്കുന്ന രാവണനെ നോക്കി ദുഃഖിച്ചു നിൽക്കുകയാണ്. ഈ സമയം കൊട്ടാരത്തിലുള്ള മണ്ഡോദരി ഈ വാർത്ത അറിയുന്നു. തൻ്റെ ഭർത്താവായ രാവണനെ വധിച്ച രാമനെ ശപിക്കാനായിട്ട് മണ്ഡോദരി കൊട്ടാരത്തിൽ നിന്ന് യുദ്ധക്കളത്തിലേക്ക് ഓടി വരികയാണ്. മണ്ഡോദരി ഓടി വരുന്ന ആ ഒരു രംഗത്തിൽ രാമൻ ആദ്യം കാണുന്നത് മണ്ഡോദരിയുടെ നിഴലാണ്. ആ നിമിഷം രാമൻ ഒരടി പിന്നോട്ട് വെച്ചു. പെട്ടെന്ന് മണ്ഡോദരി ഒരു നിമിഷം നിന്നുപോയി. ശ്രീരാമനെ ശപിക്കാനായി വന്ന മണ്ഡോദരി ക്ഷമിച്ച് തിരിച്ചുപോയി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? മറ്റൊരു അന്യ സ്ത്രീയുടെ നിഴല് പോലും തൻ്റെ മേൽ പതിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുന്ന രാമന് തൻ്റെ ഭാര്യയോട് എത്ര സ്നേഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സീതാദേവിയെ മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോയാൽ രാമൻ എങ്ങനെ വധിക്കാതിരിക്കും? മണ്ഡോദരിക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ് ശപിക്കാതെ രാമനോട് ക്ഷമിച്ച് തിരിച്ചുപോയത്.